യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്തു പറ്റി വൈക? എന്തോ വയറ്റിലെന്തോ ഉരുണ്ട് കയറുന്ന പോലെ. കുഴപ്പമല്ലോ ഉണ്ടോ? പെയിനുണ്ട്. ഒന്ന് വേഗം വിട്, വേദന കൂടുന്നു. സമാധാനായിട്ടിരിക്കുക, ഒന്നുമില്ല. നമ്മളിത് എത്താറായി ഹോസ്പിറ്റലില്. ഒന്ന് സ്പീഡിൽ പോ കാർത്തി. ടെൻഷൻ ആവണ്ട. ഇനി കുറച്ചു ദൂരം കൂടെ ഉള്ളേ, ഇപ്പൊ എത്തും. സമാധാനായിട്ടിരിക്കുക. എന്താ സർ പ്രശ്നം? സർ വിടൂ സർ. കാർത്തിക് വിടൂ സർ. എടാ കാർത്തിക്, സർ വിട്. ഇറങ്ങി വാടാ. എന്തു പറ്റി കൃഷ്ണ? വിടു സർ. നിങ്ങളുടെ മരുമോനോടെ വിളിക്കാവനെ. വിടൂ സർ. അവൻ വൈകിയുടെ കൂടെ പുറത്തു പോയിരിക്കുവാ. നിങ്ങളുടെ മരുമോൻ നിങ്ങളുടെ മോളെയും കൊണ്ട് പുറത്തു പോയതായിരിക്കും. എന്റെ അളിയൻ എവിടെയെന്നാ ചോദിച്ചേ? സുന്ദരിയുടെ കഴുത്തിൽ താലി കെട്ടിയ കാർത്തിക് എവിടെയെന്ന്, ആ ദ്രോഹി എവിടെയെന്ന് പറയടാ. എങ്ങോട്ടാവൻ പോയത്? സർ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അവർ അമ്പലത്തിൽ പോയതാ. മേഡം, നേരത്തെ ഈ സാർ വന്ന് അവര് പോകുന്നത് കണ്ടതാ. വൈഗ മേഡത്തിന്റെ ഭർത്താവാണ് കാർത്തിക് സാർ എന്ന് പറഞ്ഞപ്പോഴേ ഇയാളുടെ സ്വഭാവം മാറി. എന്തോ കുഴപ്പമുണ്ട് ഈ സാറിന്. ഇപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. കൃഷ്ണ, അകത്തേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് വന്നിരുന്ന് ഞാൻ നിങ്ങളുടെ വിരുന്നുണ്ണണോ അല്ലേ? അങ്ങനെയല്ല കൃഷ്ണ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാന്ന്? എന്താ സംസാരിക്കാനുള്ളത്? സെക്യൂരിറ്റി, നിങ്ങൾ പൊയ്ക്കോ. മേഡം കുഴപ്പമൊന്നുമില്ലല്ലോ. പോകാൻ പറഞ്ഞില്ലേ? കൃഷ്ണ, കൃഷ്ണ വാ, നമുക്ക് അകത്തേക്ക് പോവാം.
പുറത്തു പോയിരുന്ന് സമാധാനത്തോടുകൂടി ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണല്ലോ നടന്നിരിക്കുന്നത്. കൃഷ്ണ കൃഷ്ണ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ ഒന്നും പറയണ്ട. പറഞ്ഞിടത്തോളം മതി, കേട്ടിടത്തോളവും മതി. എന്തൊക്കെയായിരുന്നു പറച്ചില്? സുന്ദരി എന്റെ മോളെ പോലെയാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ്. ഇത്രയും വലിയൊരു ചതിക്ക് നിങ്ങൾ കൂട്ടുനിന്നില്ലേ? നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ഞാൻ ധരിച്ചു വച്ചിരുന്നത്. നിങ്ങളുടെ അന്തസ്സിനും ജീവിതത്തിനും പറ്റിയ പണിയാണോ നിങ്ങൾ ഈ കാണിച്ചത്? ആണോ? വൈദേഹി മാഡം ഒന്ന് വിളിച്ച അതില് എല്ലാ ബഹുമാനവും തന്നിരുന്നവനാ ഞാൻ. ഇപ്പോ ഈ മുഖത്ത് നോക്കുമ്പോ പോലും അറപ്പ് തോന്നുക എനിക്ക്. ഞാൻ ഈ മുഖത്ത് നോക്കി ഓരോന്ന് എണ്ണി എണ്ണി ചോദിക്കാൻ തുടങ്ങിയ ഇതുവരെ ഞാൻ നൽകിയ എല്ലാ ബഹുമാനവും കത്തി എരിഞ്ഞടങ്ങും. മനുഷ്യനായ അന്തസ്സെന്ന് പറയുന്നത് ഉടുക്കുന്ന വസ്ത്രത്തിലും പുറത്ത് കാണിക്കുന്ന സ്വഭാവത്തിലും ആകരുത്, ഉള്ളിലുണ്ടാവണം, മനസ്സിലുണ്ടാവണം. പുറത്തൊന്നും അകത്തൊന്നുമായി ജീവിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? കൃഷ്ണ ഇതിനൊന്നും നിങ്ങളുടെ മറുപടി എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അവനെയാ, കാർത്തിക്കിനെ. പറയ്, അവൻ എവിടെയുണ്ടെന്ന് പറയ്. വെട്ടിയറിഞ്ഞു കൊല്ലും ഞാൻ ആ പട്ടിയെ. ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്ന് കേൾക്ക് കൃഷ്ണ. എന്റെ മോള് പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അവൾക്ക് മാത്രമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അത് ബാധിക്കും. നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്കെന്ത് വേണം? നിങ്ങളുടെ മകൾ, അവളുടെ വയറ്റിലെ കുഞ്ഞ്, അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. കൃഷ്ണ എനിക്കൊരു തെറ്റുപറ്റി. എന്റെ സുന്ദരിക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച പുരുഷൻ തെറ്റായിപ്പോയി. അതേ തെറ്റ് തന്നെയാ നിങ്ങളും ചെയ്തിരിക്കുന്നത്. ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഞാൻ ചെയ്ത തെറ്റ് അവന്റെ ജീവൻ എടുത്തിട്ടായാലും ഞാൻ തിരുത്തും. കൃഷ്ണ പറയ്, അവൻ എവിടെയുണ്ടെന്ന്. കൃഷ്ണ ഞാൻ തൊഴുതു പറയുകയാണ്, ഇപ്പൊ ഒന്നും ചെയ്യരുത്.